ഏകദേശം 2000 വർഷത്തോളം പഴക്കം വരുന്ന കൊടുങ്ങല്ലൂരിലെ ശ്രീ തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രത്തിലാണ് നമ്മളിന്നുള്ളത്. ഇത് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടപ്പുരയാണ്. ഇതുപോലെ തന്നെയുള്ള ഒരു ഗോപുരം പടിഞ്ഞാറേ ഭാഗത്തും ഉണ്ടായിരുന്നു. ടിപ്പുവിന്റെ പടയോട്ട കാലത്താണ് പടിഞ്ഞാറേ ഗോപുരം തകർക്കപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുധീർ. ഞാനിവിടുത്തെ ദേവസ്വം ഓഫീസറാണ്, തിരുവഞ്ചിക്കുളം ദേവസ്വം ഓഫീസറാണ്. ഇത് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ശിവക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ഉപദേവന്മാരുള്ള ക്ഷേത്രമാണ്. പിന്നെ ഇവിടുത്തെ സ്വയംഭൂവാണ് ഇവിടെ എങ്കിലും ഉമാമഹേശ്വരന്മാരുടെ ശിവനും പാർവതിയും 2 പ്രതിഷ്ഠയും ഉള്ള അമ്പലമാണ്. പള്ളിയറ പൂജ, പഞ്ചപള്ളിയറ പൂജ എന്ന് കേട്ടിട്ടുണ്ടാവും. തമിഴ്നാട്ടിലാണ് കൂടുതൽ ഇത് പ്രാബല്യത്തിലുള്ളത് എങ്കിലും ഇവിടെ കേരളത്തിൽ അപൂർവം 1-2 സ്ഥലങ്ങളിലുണ്ടെങ്കിലും ഇവിടെയാണ് ചിട്ടപ്രകാരം ഒരുപാട് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു പൂജയായിട്ടുള്ളത്. ആ പൂജ കഴിഞ്ഞ് അവിടെ കിടത്തിയിറക്കുന്ന ഉമാമഹേശ്വരന്മാർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നും കണി കാണാനായിട്ട് പൂക്കുന്ന ഒരു കൊന്നമരം കൂടി ഇവിടെയുണ്ട്. ഇത് ഏകദേശം 2000-ൽ പരം വർഷം പഴക്കമുള്ള ഒരു കൊന്നമരമാണ്. തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിന്റെ ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ചരിത്രപരമായ കാര്യങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയുമല്ലോ. ബാക്കി ചരിത്ര സ്മരണകൾ അറിയാൻ വേണ്ടി അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുമല്ലോ.